ലോകായുക്ത നിയമ ഭേദഗതിയിൽ സർക്കാരിന് ഇന്ന് നിർണായകം. ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തിയ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേരള ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, വിവരങ്ങൾ. 2022 ലോകായുക്ത നിയമത്തിലാണ് നേരത്തെ ഭേദഗതി വരുത്തിയത് സംസ്ഥാന സർക്കാർ. ഈ ഭേദഗതി നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികളുണ്ട്. ഇതിലാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നത്. ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി അന്വേഷിക്കുന്ന കേരള ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തുന്നതാണ് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി. നിയമത്തിലെ മാറ്റമനുസരിച്ച് ലോകായുക്തയുടെ വിധി സർക്കാരിന് തള്ളാനോ അല്ലെങ്കിൽ സ്വീകരിക്കാനോ കഴിയും, അല്ലെങ്കിൽ അത് ഭേദഗതി വരുത്താനോ കഴിയും. 1999 നിയമം അനുസരിച്ച് ലോകായുക്തയുടെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ബാധകമായിരുന്നു. എന്നാൽ ഈ നിയമ ഭേദഗതി വന്നതോടെ ലോകായുക്തയുടെ ഉത്തരവ് ഏതാണ്ട് ഉപദേശ സ്വഭാവമുള്ള ഒന്നായി മാറി. ലോകായുക്തയുടെ കണ്ടെത്തലുകൾ ഗവർണർക്കോ സർക്കാരിനോ തള്ളുകയോ അംഗീകരിക്കുകയോ ചെയ്യാം. ഇത് കേന്ദ്ര നിയമമായ ലോക്പാലിന് അനുകൂലമായാണ് ഇത്തരമൊരു മാറ്റം വരുത്തിയതെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തുന്നത് വഴി അഴിമതി തടയാനുള്ള സ്വതന്ത്ര സംവിധാനം ദുർബലപ്പെടുമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയുന്നത്. ശരി, ശ്യാം ദേവരാജ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതീവ നിർണായകമായ ദിനമാണ്.